ബി റജി, കോൺഗ്രസിന് ഏറ്റവും നാണക്കേടിന്റെ ഒരു ദിവസമാണ് ഇന്ന്. കുറച്ച് ദിവസം മുൻപെങ്കിലും ഈ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇത്ര വലിയ നാണക്കേട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് ഇന്ന് പറയുകയാണ് ഇന്നലെ തന്നെ ഞങ്ങൾ പുറത്താക്കിയെന്ന്. നോക്കൂ മഞ്ജുഷ്, അങ്ങ് എത്ര ദയാരഹിതമാണ് കോൺഗ്രസിന് നേർക്ക് വിരൽ ചൂണ്ടുന്നത്. അങ്ങ് അതായത് ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ആളെന്ന നിലയിൽ ഈ കാര്യത്തെ കുറച്ചുകൂടി അങ്ങക്ക് നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ലേ എന്നാണ് ഞാൻ അതിശയിക്കുന്നത്. കാരണം ഇന്ത്യയിലെ മറ്റ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയാത്ത തരത്തിൽ മാതൃകാപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വരുന്ന നടപടികൾ കേരളത്തിലും പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും മാതൃകാപരമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റേതാണ്. അതിന് സന്നദ്ധതയുള്ള, അങ്ങനെ സമർപ്പണം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നവർക്ക് മാത്രമുള്ള ഒന്നാണ് രാഷ്ട്രീയ രംഗം. അപ്പോൾ അത്തരത്തിൽ സമർപ്പണത്തോടെ, ആത്മാർത്ഥതയോടെ, കമ്മിറ്റഡായി രാഷ്ട്രീയ പ്രവർത്തനം ത്യാഗ മനോഭാവത്തോടു കൂടി നിർവഹിക്കാൻ കഴിയാത്തവരുടെ കാര്യത്തിൽ അവർ കോൺഗ്രസ് പ്രസ്ഥാനമായും അതിൻ്റെ തത്വശാസ്ത്രവുമായും ചേർന്ന് പോകത്തില്ല എന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ പറയുന്നുണ്ട്. പരിചയസമ്പന്നരല്ലാത്ത നേതാക്കൾ പോലും, യുവ നേതാക്കൾ, അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു, അവർ പോലും പറഞ്ഞിട്ടുള്ളതാണ്. പരിചയസമ്പന്ന കുറഞ്ഞ നേതാക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർ പോലും പറഞ്ഞതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിലനിർത്തരുത്, അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന്. പക്ഷേ അത് കേൾക്കുവാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സാധിച്ചില്ല. എന്നിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് വരെ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ ധാർമ്മികമായ പരാജയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ചെറിയ നേതാക്കൾക്ക് പോലും തോന്നിയ കാര്യം എന്തുകൊണ്ട് മുതിർന്ന നേതാക്കൾക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ചില അദൃശ്യ കരങ്ങൾ ഉണ്ടായിരുന്നു. ആ കരങ്ങൾ ചുറ്റിപ്പറ്റി നടന്നിരുന്നത് എവിടെയാണ്? ഷാഫി പറമ്പിൽ എന്ന നേതാവിലാണ്. ഇന്ന് ഷാഫിയുടെ വാചകങ്ങൾ കേട്ടാൽ തന്നെ ഈ ആരോപണം എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ടുള്ള പിന്തുണയല്ല ഞാൻ നൽകിയത്, സംഘടനാപരമായ പിന്തുണയാണെന്ന്. പക്ഷേ കോൺഗ്രസിലെ പലർക്കും മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായ പലരും മനസ്സിലായില്ലെന്ന് ഭാവിക്കുകയായിരുന്നു ഏത് തരം പിന്തുണയായിരുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരുന്നത് എന്ന്. അതായത് ഈ ഇരട്ടകൾ ചേർന്ന് കോൺഗ്രസിന് വലിയ പ്രഹരമേൽപ്പിക്കുകയായിരുന്നു. അവർക്ക് മുന്നിൽ പാർട്ടി തലകുനിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീ റെജി, നോക്കൂ, ഈ കോൺഗ്രസിൻ്റെ എതിരാളികൾ, രാഷ്ട്രീയമായ ശത്രുക്കൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു നിഗമനത്തിലെത്താൻ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ഭരണഘടനയിലെ 5-ാം അധ്യായത്തിൽ 7-ാം ഖണ്ഡികയായി പറയുന്നത് ധാർമ്മികമായി മൂല്യച്യുതി ഉള്ളവർക്ക് കോൺഗ്രസ് പ്രസ്ഥാനവുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം, ഒരു ഫോർമൽ പരാതിയും ഇല്ലാതെ വന്ന ഘട്ടത്തിൽ പോലും മാതൃകാപരമായി ഒരു നടപടി സ്വീകരിച്ചു. പിന്നെ ഇന്നലെ വരെ അത് കാത്തിരുന്നു എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ പിന്നീട് അതിൽ ഒരു തരത്തിലുള്ള ഒരു വിഭാഗീയതയും അതിൽ ഉണ്ടാകാൻ പാടില്ല. വളരെ കർശനമായി ആലോചിച്ച് ഉറച്ച് തീരുമാനമെടുക്കും. പക്ഷേ ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ കേരള സമൂഹത്തോട് പറഞ്ഞെന്താണ്? ഉചിതമായ സമയത്ത് എന്നൊക്കെ പറയുന്നത് വെറുതെ പറ്റിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇന്നലെ തന്നെ എടുത്തുവെന്ന് ശ്രീ പണിക്കർ ഇന്നലെ തന്നെ തീരുമാനം എടുത്തതാണ് കേട്ടോ. പക്ഷെ അത് പറയാൻ വിട്ടുപോയി എന്നുള്ളതാണ്. നോക്കൂ, ഇന്നലെ പറഞ്ഞു കേട്ടത് എന്താണ്? ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും എന്നാണ്. പക്ഷെ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ അതിന്റെ ഫലം ഇന്നലെ തന്നെ ഉണ്ടാകണം. ബ്രഹ്മോസ് പ്രയോഗിച്ചാലും ആ ഫലം ഇന്നലെ തന്നെ ഉണ്ടാകേണ്ടതല്ലേ? പക്ഷെ ബ്രഹ്മാസ്ത്രമോ ബ്രഹ്മോസോ ഒന്നും തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് കോൺഗ്രസിയുടെ ടൈം ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ശ്രമിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും, ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർക്കും ഇന്നലെ തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ശ്രീ മുരളീധരനേക്കാൾ ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള മറ്റ് ചില നേതാക്കന്മാരുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം ഇന്നലെ പ്രയോഗിക്കപ്പെടാതിരുന്നത്. അതുകൊണ്ട് അവര് തീരുമാനിച്ചത് തന്നെ ഒരുപക്ഷെ ഇന്നത്തേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചതുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മാത്രം ഈ തീരുമാനം പ്രഖ്യാപിക്കാം എന്നാണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഏതെങ്കിലും ഒരു കാരണത്താൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ശ്രീ റെജി ഈ ചർച്ചയിൽ പറയുന്ന അഭിപ്രായം മറ്റൊന്നാകുമായിരുന്നു. നോക്കൂ, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ലേ എന്ന് പറയുമായിരുന്നു. കോൺഗ്രസ് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാത്തത് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ട് നമുക്കറിയാമല്ലോ, ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് കേസിന്റെ മെറിറ്റിലേക്ക് പൂർണ്ണമായിട്ട് കോടതി പോകില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം കൊടുക്കാവുന്ന വ്യവസ്ഥകൾ കോടതി ഇതിൽ കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തന്നെ ന്യായീകരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്
ഈ നാണക്കേടിന്റെ വല്ല ആവശ്യവും കോൺഗ്രസിന് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. ശ്രീ വി ഡി സതീശൻ മാതൃകാപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് തന്നെ ഈ പരാതി അല്ലല്ലോ അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. മറ്റൊരു പരാതിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട്, അനാവശ്യ സംസാരവുമായി ബന്ധപ്പെട്ട് മറ്റു പല സ്ത്രീകളും നേരത്തെ വന്നിരുന്നു. 2 ഔദ്യോഗികമായിട്ടുള്ള പോലീസ് കംപ്ലൈന്റുകൾ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാത്ത മറ്റ് നിരവധി ആൾക്കാർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിരിക്കുന്ന മോശമായ പെരുമാറ്റത്തിനെ കുറിച്ച്, സംസാരത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാളിനെ കുറിച്ച്, കോൺഗ്രസിന് കൃത്യമായ ബോധ്യമുള്ള ഒരാളിനെ കുറിച്ച് ഒരു പരാതി കിട്ടിയ സമയത്ത് ഉടനടി തീരുമാനമെടുത്തു എന്നാണ്. ഇപ്പൊ ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. ഈ തീരുമാനം മാതൃകാപരമാണ് എന്ന് പറയുമ്പോൾ എന്താ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഒരു MLA-ക്കെതിരെ ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റുന്നു. ആ സമയം വരെയും റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയില്ല, പോലീസ് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതാണ് നിങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള തീരുമാനമെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളിന്റെ കേസിലും ശ്രീ A. വിൻസെന്റിന്റെ കേസിലും ഈ മാതൃകാപരമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? അവിടെയും കേസുണ്ടായി, അവിടെ അത് സ്ത്രീകളായിരുന്നു, അവിടെയും ഇതിൽ പല ആൾക്കാരും മുങ്ങി നടന്നു, അവിടെയും മുൻകൂർ ജാമ്യത്തിനും മറ്റു കാര്യത്തിനും പോയി. പക്ഷെ അവിടെ മാതൃകാപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാതിരുന്നത് ഒരുപക്ഷെ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസുകളാണ് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ബോധ്യമുള്ളത് കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിരവധി പെൺകുട്ടികളുണ്ട് എന്നുള്ള ബോധ്യം കോൺഗ്രസിനുള്ളത് കൊണ്ടുമായിരിക്കും. അതല്ലെങ്കിൽ ആദ്യമേ തന്നെ പരാതി വരുന്ന സമയത്ത് മറ്റെന്തൊക്കെ ഡിഫൻസ് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അതിൽ ഒന്നുപോലും എടുക്കാതെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ആ പ്രസ്താവന നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ടാകും. ഞാൻ മകളെ പോലെ കരുതുന്ന ഒരാൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഞാൻ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതൊഴികെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെയും, നിയമസഭയിൽ അദ്ദേഹം വരേണ്ടതില്ല എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആൾക്കാർ പറയുന്നത് വരെയും, സെപ്പറേറ്റ് ആയിട്ട് വേറെ ബ്ലോക്കിൽ ഇരുത്തിയാൽ മതി അഥവാ അദ്ദേഹം വന്നാൽ തന്നെ എന്നുള്ള കടുത്ത തീരുമാനവും ഒക്കെ എടുക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പരാതി അല്ല എന്നും ഈ പരാതികളിൽ മെറിറ്റ് ഉണ്ട് എന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത്, അത്ര ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ തീരുമാനം ആദ്യമേ എടുത്തിരുന്നെങ്കിലോ? ഇവർക്ക് ഈ തീരുമാനത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഇന്നലെ എടുത്ത തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചതാണെന്നൊക്കെ പറയാമെങ്കിലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനൊപ്പം നിന്നിരുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള ഒരു ആക്ഷേപം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരാളിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞതിന് ശേഷവും ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന നിലയ്ക്ക് ഒരൊറ്റ ദിവസം മാത്രം സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ഒരാളിനോടൊപ്പം വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ പാർട്ടിയിൽ മറ്റു പരിഗണന നൽകിയാൽ അതിനർത്ഥം എന്താണ്? ശ്രീ സണ്ണി ജോസഫ് വളരെ വിശാല ഹൃദയനായിട്ടുള്ള ആശാനാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേപോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാർ. ഇപ്പൊ ഫെനി നൈനാന്റെ ഒക്കെ കേസ് നമ്മൾ കണ്ടു. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത്ര ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാണക്കേട്, ഈ നമ്മൾ ഈ പറയുമല്ലോ, ഈ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും, ഈ നാറ്റം